ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്കും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന നാളത്തെയും അടുത്ത ആഴ്ചയിലെയും വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ താലിമാറ്റൽ ചടങ്ങ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ കാണാൻ കാത്ത് കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുന്നു. ഇല്ലാത്ത അച്ഛൻ വരാനൊന്നും പോകുന്നില്ല. നമ്മുടെ ശ്രുതി ആണെങ്കിലോ ഒരു കള്ളുകുടിയനെ ഇറക്കി നമ്മുടെ സച്ചിനെ കൊണ്ട് കുടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ ശ്രുതിയുടെ കൂടെ മീരയും കൂടെ കൂട്ടുചേരുന്നുണ്ട്. അപ്പം മറ്റു സൈഡിലാണെങ്കിലോ നമ്മുടെ മഹിമയും വർഷയുടെ അച്ഛനും കൂടെ ചേർന്ന് സച്ചിനെ കുത്തിത്തിരിച്ച് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയും വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പൊ അതിനുള്ള കുറച്ച് തത്രപ്പാടുകളാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും ഇതിനിടയിൽ പൂമാലയൊക്കെ ആയിട്ട് നമ്മുടെ ചന്ദ്ര ഇറങ്ങുകയാണ് ശ്രുതിക്കും വർഷയ്ക്കും കൂടി ഇടാനായിട്ട്. അപ്പം ഇവര് പൂമാലയായിട്ട് ഇറങ്ങുമ്പം നമ്മുടെ വർഷയുടെ അമ്മ വേറൊരു പൂമാലയും കൊണ്ട് വരിക. അപ്പൊ ഇവര് രണ്ടും കൂടെ ചേർന്ന് ലാസ്റ്റ് മത്സരം ആവുക പൂമാല ഇടാൻ വേണ്ടി. ഞാന് കൊണ്ടുവന്ന പൂമാല ഇട്ടാൽ മതിയെന്ന് ചന്ദ്ര. വർഷയുടെ അമ്മ പറയുന്നു, മഹിമ പറയുന്നു ഞാൻ കൊണ്ടുവന്ന പൂമാല ഇട്ടാൽ മതിയെന്ന്. നമ്മുടെ സച്ചിക്കാണെങ്കിൽ അപ്പോഴേ തോന്നി ഇത് അടിയാകുന്നു കേട്ടോ. കാരണം രണ്ടുപേരുടെ കയ്യിലും പൂമാലയായിട്ടാ പോയിരിക്കുന്നത്. പിന്നെ സച്ചിക്ക് മഹിമയുടെ കാര്യം അറിയില്ലല്ലോ, എങ്കിലും തന്റെ അമ്മേനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് രേവതിയോട് പറയാണ്, രേവതി നോക്കിക്കോ, ഉറപ്പായിട്ടും ഇന്നിവിടെ ഒരു അടി കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ പറഞ്ഞു, നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ അടി കാണാൻ വേണ്ടി ഇരിക്കുകയാണോ മനുഷ്യ? അല്ല, എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് അറിയാലോ, അമ്മ ഒരു സ്ഥലത്തും വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് ഈ നമ്മ കയ്യിൽ വെച്ചിരിക്കുന്ന പൂമാല ഇടാൻ വേണ്ടി ഇവിടെ ഫൈറ്റ് നടക്കും. എന്നിട്ട് നമ്മുടെ രവീന്ദ്രനെ പോയി സച്ചി ഓടി ചെന്ന് വിളിക്കുക, അച്ചാച്ചാ വാ അച്ചാ, ഇവിടെ ഒരു സംഭവം ഉണ്ടച്ചാ, അത് കാണിക്കാച്ചാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്താടാ എന്താ? ഇവിടെ ഒരു വഴക്ക് നടക്കാൻ പോവാ. വഴക്ക് നടക്കാൻ പോവാന്ന്? എന്ത് വഴക്ക്? ആ, അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കുക, ഇപ്പൊ കണ്ടോണം ഇവിടെ ഒരു വഴക്ക് നടക്കും. അപ്പൊ നമ്മുടെ രവീന്ദ്രന്റെ കൂടെ അശോകനും ഉണ്ട്. അശോകൻ പറഞ്ഞു, ഈ മഴക്കാറ് വരും, മഴക്കാറ് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ വഴക്ക് വരും, ഇപ്പൊ വഴക്ക് നടക്കും എന്നൊക്കെ പറയാന് ഇതിനും മാത്രം മുൻകൂട്ടി നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? നീ എന്താ സച്ചി പറയുന്നത്? എടാ സച്ചി, മിണ്ടാതിരുന്നത് നിനക്ക് വട്ടായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പറഞ്ഞു, അച്ഛാ സത്യത്തിൽ സച്ചേട്ടന് വട്ടാന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ അമ്മയാണ് ഒരു മാല എടുത്ത് കൈ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അതിനങ്ങാണ്ട് ഇവിടെ കിടന്ന് പറയുന്നത്. എടാ, നിന്റെ അമ്മ മാല എടുത്ത് കൈ പിടിച്ചെന്നും പറഞ്ഞ് എന്താ ഇപ്പം വഴക്കുണ്ടാക്കണത്? അച്ഛാ, അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, ഈ രേവതിക്ക് അറിയത്തില്ലെന്നേ. വർഷയുടെ അമ്മയുടെ കയ്യിലൊരു മാല, എൻ്റെ അമ്മയുടെ കയ്യിലൊരു മാല, അതും പൂമാല. ഈ പൂമാലയിൽ ഏത് പൂമാല ഇടും? ചന്ദ്ര വിട്ടുകൊടുക്കുവോ? ചന്ദ്രോദയത്തെ ചന്ദ്രമതി വിട്ടുകൊടുക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അതും കൊണ്ട് ഇന്ന് അമ്മയുടെ കയ്യിലിരിക്കുന്ന മാല തന്നെ ഇടും. അപ്പം വർഷയുടെ അമ്മ വഴക്കുണ്ടാക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവില്ലേ എന്ന്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മുടെ വർഷയ്ക്ക് മാല ഇടാൻ വേണ്ടി ചെല്ലുകയാണ് ചന്ദ്ര. അപ്പോഴാണ് മഹിമ മാല കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായപ്പോഴത്തേക്കും നമ്മുടെ വർഷ എന്ത് ചെയ്തു? വർഷ ആരാ മോള്? വർഷ ആദ്യം അമ്മയുടെ മാല അങ്ങ് മേടിച്ച് കഴുത്തേലൊക്കെ ഇട്ടു. അപ്പൊ ചന്ദ്ര ഇവള് ഇത്രയ്ക്കായോ എന്ന് പറഞ്ഞ് നോക്കാൻ വന്നപ്പം ആന്റി ആ മാലയും കൂടെ തരാൻ പറഞ്ഞു. രണ്ടു മാലയും കൂടെ നമ്മുടെ വർഷ കഴുത്തിലങ്ങോട്ട് ഇട്ടു. പ്രശ്നം തീർന്നില്ലേ? ഏതായാലും സ്വർണങ്ങളും മാലയും ഒക്കെ ആയിട്ട് നമ്മുടെ വർഷ അങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. കഴുത്ത് നിറയെ സ്വർണം, കൈ നിറയെ സ്വർണം, അതുപോലെ മൊത്തം സ്വർണം. ഏതായാലും നമ്മുടെ സച്ച് പ്രതീക്ഷിച്ച പോലെ അടിയൊന്നും നടന്നില്ല. നോക്കിയപ്പോഴത്തേക്ക് രണ്ടു മാല ഇട്ടുകൊണ്ട് വരികയാണ് നമ്മുടെ വർഷ. അപ്പോഴേക്ക് രേവതി ഒരു ഒറ്റ ചിരി ചിരിച്ചു കേട്ടോ. അപ്പൊ സച്ചി, ഇവളേതായാലും പഠിച്ചവള് തന്നെയാ, ഇവക്ക് തരത്തിനൊത്ത് നിൽക്കാൻ അറിയാം, അതും കൊണ്ടാ, അല്ലെങ്കിൽ ഇവിടെ ഒരു വഴക്കുണ്ടായേനെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര വന്നു കേട്ടോ. ചന്ദ്ര വന്നു. രവീന്ദ്രൻ അപ്പൊ ചോദിച്ചു, ഇതെന്താ വർഷമോളുടെ കഴുത്തിൽ രണ്ടു മാല കിടക്കുന്നത്? അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ഇതാണ് നല്ല വീട്ടിൽ നിന്നും നല്ല കുടുംബത്തിൽ നിന്നും പെണ്ണിനെ കൊണ്ടുവരണം എന്ന് പറയുന്നത്. അല്ലെങ്കിലേ ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ നല്ല വീട്ടിൽ നിന്നും പണമുള്ള വീട്ടിൽ നിന്നൊക്കെ പെണ്ണിനെ കൊണ്ടുവന്നാൽ ഇതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞ് വർഷേനെ ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ രേവതിനെ ആണെങ്കിൽ ഏതാണ്ട് രേവതി ഒന്നും അല്ലാത്തുള്ള രീതിയിൽ രേവതിനെ ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രേ, ഈ നല്ല വീട്ടിൽ നിന്നും പണമുള്ള വീട്ടിൽ നിന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, ഇതിപ്പോ നല്ല വീടാണെങ്കിലും പണമില്ലാത്ത വീടാണെങ്കിലും പണമുള്ള വീടാണെങ്കിലും വീട്ടിലുള്ളവർ മര്യാദ പഠിപ്പിക്കുന്ന പോലെ ഇരിക്കും. അല്ലാതെ പണമുള്ളവർക്ക് പ്രത്യേകിച്ച് മര്യാദ ഉണ്ടെന്നൊന്നും നീ പറയുമൊന്നും വേണ്ട. പിന്നെ രേവതിനെ കണ്ട് എന്തിനും ഏതിനും പഠിക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതുപോലെ മര്യാദയുള്ളൊരു
കുട്ടീനെ ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ സച്ചിക്ക് ഞാൻ ഇവളെ ആലോചിച്ചത് എന്നിങ്ങനെ പറയുകയും ചെയ്യാൻ കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ വലിയ വിഷമത്തോടു കൂടി നിന്നപ്പോഴത്തേക്കും രേവതി വെച്ച് എന്താ അല്ല ഒരു അടി നടക്കുന്ന പ്രതീക്ഷിച്ചതാ, ഏതായാലും നടന്നില്ല. എന്റെ പൊന്ന് സച്ചേട്ടാ മര്യാദയ്ക്ക് അവിടെ കാണാൻ വന്നിരിക്കാൻ പറഞ്ഞു. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ മഹിമ ഏർപ്പാടാക്കിയ അയാൾ വരുന്നത്. മഹിമ ഒരു ആളെ ഏർപ്പാടാക്കിയായിരുന്നു സച്ചിയോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അയാൾ ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ സച്ചി രേവതി ഇരിക്കുന്ന സ്ഥലത്ത് വന്നിങ്ങനെ അയാൾ നിൽക്കുക. ഫോണിൽ സംസാരിച്ചിട്ട് അറിയാത്ത പാവത്തിന് എന്ത് ചെയ്തു, സച്ചിയുടെ കാല കയറി അങ്ങോട്ട് ചവിട്ടി പീച്ചാണ് കേട്ടോ. വെറും ചവിട്ടൊന്നും അല്ല, ഷൂ ഇട്ടിങ്ങനെ ചവിട്ടുന്നു. സച്ചിയാണെങ്കിൽ കാല് മാറ്റി അയ്യോ കാലേന്ന് പറയുന്നുണ്ട്. ഇയാളാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അറിയാത്ത പാവത്തിന് നിൽക്കുന്നു. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ചവിട്ടി കേട്ടോ. ഏറ്റവും ലാസ്റ്റ് പെട്ടെന്ന് സച്ചി അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ കാലം അങ്ങോട്ട് വലിച്ചിട്ട് അയ്യോ സോറി കിട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി എണീറ്റ് കഴിഞ്ഞപ്പോ എന്താ എല്ലാവരും ഓർത്തത്, ഇപ്പൊ കൊടുക്കും, ഇപ്പൊ സച്ചി ഏതായാലും അയാൾക്കിട്ട് പൊട്ടിക്കും. രേവതി ഓർത്ത് പൊട്ടിക്കുന്ന നമ്മുടെ രേവതിക്ക് ഒന്ന് പൊട്ടിക്കാനും തോന്നി. അതുപോലെയാണ് കേട്ടോ സച്ചിനെ കയറി ചവിട്ടിയത്. സച്ചി എണീറ്റിട്ട് പറഞ്ഞു, നോക്കിയൊക്കെ നടക്കണ്ടേ ചേട്ടാ, പൊക്കോ സാരമില്ലെന്ന് പറഞ്ഞു. സാരമില്ലെന്നോ? തനിക്ക് വേദനിക്കുന്നില്ലേ? ഇല്ല വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേദനിക്കുന്നുണ്ട്, പക്ഷേ ചേട്ടൻ അറിയാതെ ചെയ്തതല്ലേ, സാരമില്ല ചേട്ടനങ്ങ് പൊക്കോ എന്നിങ്ങനെ സാവധാനം ദേഷ്യപ്പെടാതെ പറയുക. മഹിമയ്ക്കാണെങ്കിൽ കലി വരികയാണ് കേട്ടോ. മഹിമ അവിടെ വലിയൊരു ഇത് പ്രതീക്ഷിച്ച, കാരണം സച്ചി അങ്ങനെ വെറുതെ വിടുന്ന ആളല്ലല്ലോ. ഇങ്ങോട്ടേക്ക് ചൊറിയാ വന്നാൽ സച്ചി കയറി അങ്ങോട്ട് മാന്തും. പക്ഷെ നമ്മുടെ സച്ചി അവിടെയും അടങ്ങിയിരുന്നു. രേവതി ആണെങ്കിൽ താൻ എന്താണോ കാണിച്ചതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി രേവതി സാരമില്ല നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് രേവതിയെ സച്ചി അടക്കി ഇരുത്താണ്. എന്നിട്ട് പാവം സച്ചി വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കാലിന് നല്ല വേദനയുണ്ട്. രേവതി ചോദിച്ചു വേദനയുണ്ടോ സച്ചിയേട്ടാന്ന് ചോദിച്ചപ്പോൾ വേദനയുണ്ട്, എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ സാരമൊന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ വർഷ കല്യാണ മണ്ഡപത്തിൽ വന്നു. നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കര ധൃതി. അയ്യോ ഇതുവരെ ശ്രുതി വന്നില്ലല്ലോ, ശ്രുതിയുടെ അടുത്ത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടി ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ശ്രുതി ആണെങ്കിൽ ഒരു കള്ളുകുടിയനെ അവിടെ ഏർപ്പാടാക്കുന്നുണ്ട്. ശ്രുതിയും മീരയും കൂടെ ചേർന്ന് ഒരു കള്ളുകുടിയനെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ സച്ചിനെ കുടിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അയാള് ഓൺ ദ വേ ആണ്, പക്ഷെ അയാളിപ്പോ എത്തിയിട്ടില്ല കേട്ടോ. ഏതായാലും ശ്രുതിനെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര ഇതെന്താ ശ്രുതി നീ ഇതെന്താ ഒരുങ്ങിയോ നീ? ഒരുങ്ങി ആന്റി. നിന്റെ അച്ഛൻ എന്താ ഇതുവരെ വരാത്തത്? കുറെ നേരമായല്ലോ നിന്റെ അച്ഛൻ ഇപ്പൊ വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെന്താ ശ്രുതി ഞാൻ ഈ കേൾക്കുന്നത്? അപ്പോഴത്തേക്ക് ഭാമയും പറഞ്ഞു, ശ്രുതി നിന്റെ അച്ഛൻ എന്താ വരാത്തത്? ഇതിപ്പോ നാളെ നീളെ എന്ന് പറയുന്നത് പോലെ അങ്ങ് കാലം അങ്ങ് നീണ്ടു പോവുകയാണല്ലോ, ഓരോ സീസൺ പോലെ. ഇതുവരെ കണ്ടില്ലല്ലോ. ചന്ദ്ര ചോദിക്കുന്നതിനാണോ പിന്നെ കുഴപ്പം? അത് പിന്നെ ഞാൻ വിളിച്ചിരുന്നു, ഔട്ട് ഓഫ് കവറേജ് ഏരിയ. എനിക്ക് തോന്നുന്നത് ഫ്ലൈറ്റിൽ തന്നെയാണെന്നാ. ഇതുവരെ ഫ്ലൈറ്റിങ് ഇറങ്ങാറായില്ലേ? സമയം എന്തേ എത്രയായി എന്നറിയാമോ? അല്ല നിനക്ക് എന്താ ശ്രുതി, ഒരു വിളവും വെള്ളിയാഴ്ച ഇല്ലേ നിനക്ക്? ഒരു ദിവസം മുമ്പെങ്കിലും അദ്ദേഹത്തെ വിളിച്ച് വരുത്തണ്ടായിരുന്നോ? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന്. ഞാൻ വിളിച്ച് കാണിക്കാം നോക്കിക്കേ എന്ന് പറഞ്ഞ ആരെയോ വിളിക്കുന്നു നമ്മുടെ ശ്രുതി. അപ്പൊ ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറയാ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രൻ നോക്കിയപ്പോഴത്തേക്ക് ഇതെന്താ ഇത്ര സ്വർണ്ണം നിനക്കുള്ളോ? എന്റെ പൊന്നു ശ്രുതി, വർഷേനെ നീ പോയി നോക്ക്, കഴുത്തും കൈയും നിറയെ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. ഇത്ര ഉള്ളൂ നിനക്ക്? അത് പിന്നെ എനിക്കുള്ള സ്വർണ്ണമല്ലേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഇതാ പറഞ്ഞത്, നിന്റെ അച്ഛൻ നേരത്തെ വരികയാണെങ്കിൽ നിന്റെ അച്ഛനെ കൊണ്ട് സ്വർണ്ണമൊക്കെ മേടിപ്പിക്കത്തില്ലായിരുന്നോ? മേടിക്കേണ്ട കാര്യമില്ലായിരിക്കും അല്ലേ? നിന്റെ അച്ഛൻ സ്വർണം കൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. വരുമ്പം ഒരു 3-4 കിലോ കാണുമല്ലേ? അപ്പൊ നമ്മുടെ മീരി ചോദിച്ചു, ഈ കിലോ കണക്കിന് കൊണ്ടുവരാനേ ശ്രുതിയുടെ അച്ഛൻ അവിടെ പച്ചക്കറി ബിസിനസ് ഒന്നും അല്ലല്ലോ എന്ന്. അപ്പൊ പെട്ടെന്ന് എന്താടി നീ പറഞ്ഞത് എന്നിങ്ങനെ മീരയോട് ചോദിച്ചപ്പോഴത്തേക്ക് മീര ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് അത്ര ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, ഈ കസ്റ്റമേഴ്സ് പിടിക്കുവേ, അതുകൊണ്ട് അത്ര ഒന്നും കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞപ്പം എങ്കിലും അത്യാവശ്യമുള്ളതൊക്കെ കൊണ്ടുവരുമല്ലോ, ബാക്കി ഇവിടെ ഒന്ന് മേടിക്കാമല്ലോ. പെട്ടെന്നാട്ടെ. ഏതായാലും ഒരു കാര്യം ചെയ്യും, എന്റെ കഴുത്തേ കിടക്കുന്നത് ഇന്നാന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്രയുടെ കഴുത്തേ കിടക്കുന്ന മാല അങ്ങ് ഊരിയിട്ട് കൊടുത്തു. അപ്പം പാമ്പ് പറഞ്ഞു, എന്തൊരു നല്ല അമ്മായിയമ്മയായിരുന്നു നോക്കിയേ, ഇതുപോലെ ഒരു അമ്മായിയമ്മേനെ കിട്ടാനേ പുണ്യം ചെയ്യണം ശ്രുതി മോളെ. ഇവളുടെ സ്വർണ്ണ ഊരിയല്ലേ നിനക്ക് തരുന്നത്, അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ചന്ദ്ര നാണം കെടാതിരിക്കാന്, മോള് നാണം കെടാതിരിക്കാന് അവിടെ കയ്യും കഴുത്തും നിറയല്ലേ ഇട്ടോണ്ട് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ വർഷ എന്ത് ചെയ്യുന്ന സ്വർണ്ണം ഇങ്ങനെ പോയി തപ്പി നോക്കണം, എന്നാലേ വർഷയുടെ മുഖം കാണത്തുള്ളൂ. അത്രയ്ക്ക് 30 സ്വർണ്ണമുണ്ട്. ഏതായാലും നിന്റെ അച്ഛൻ ഇപ്പൊ വരൂലോ അല്ലേ? ബാ ചന്ദ്രേ നമുക്ക് പോകാം, അവിടെ ആൾക്കാരൊക്കെ വന്ന് കാണും, നിന്നെ തിരക്കും എന്ന് പറഞ്ഞ് ചന്ദ്രനെ കൂട്ടിക്കൊണ്ട് പോവുക. നമ്മുടെ ശ്രുതി ആണെങ്കിൽ പെടാപ്പാട് വിടുകയാണ് കേട്ടോ. ശ്രുതി എന്താണ് ഇനി ചെയ്യേണ്ടത്? ഈ തള്ളേനെ തല്ലി കൊല്ലാൻ പോവുക. അയാൾ ഇതുവരെ വന്നില്ലേ? സച്ചിനയോട് വഴക്കുണ്ടാക്കാൻ പറയുന്ന അയാള് ഇതുവരെ എന്താ വരാത്തത്? ഇപ്പം വരും, അയാളും കൊണ്ട വേദനയാ. എനിക്ക് വയ്യ, എങ്ങനെയെങ്കിലും ഒന്ന് വന്നേ പറ്റൂ, അയാളെ പെട്ടെന്ന് വിളിച്ചിട്ട് വരാൻ പറ എന്നിങ്ങനെ പറയാം. ഈ സമയത്ത് വീട്ടിൽ നമ്മുടെ സച്ചി ഫോണൊക്കെ വിളിച്ചോണ്ട് എങ്ങോട്ടങ്ങ് മാറിപ്പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും
ഈ വേറൊരാള് ആദ്യം നമ്മുടെ മഹിമ പറഞ്ഞു വിട്ട ആളെ അത്ര കേട്ടില്ലല്ലോ. അപ്പൊ അയാൾ ചെന്ന് പറയുകയും ചെയ്തു, ഞാൻ നന്നായിട്ട് കാലേ ചവിട്ടി, പക്ഷെ അവന് എന്നെ ഒന്നും പറഞ്ഞില്ല, എന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ നീ ശരിക്കും ചവിട്ടി കാണത്തില്ലായിരിക്കും, അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മഹിമയുടെ കാലിട്ട് ഒരു ചവിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ ചവിട്ടി എന്ന് പറഞ്ഞു. മഹിമ ഒരു ഒറ്റ അടി കൊടുത്തിട്ട് വായി തോന്നുന്ന എല്ലാം പറഞ്ഞു കേട്ടോ അയാളെ, കാരണം അത്രയ്ക്ക് മാത്രം വേദനിച്ചു. എന്നിട്ടും അവൻ പ്രതികരിച്ചില്ലല്ലേ. അപ്പോഴത്തേക്കും അടുത്ത ആളെ പറഞ്ഞു വിടുക. അത് നമ്മുടെ സച്ചി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഓടി വരുന്നു. പുറകിൽ നിന്ന് ഒരാൾ ചെന്നിട്ട് ഒറ്റ അടി തോളന്റെ എടാ ശിവാന്ന് വിളിച്ചോണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ സച്ചി. അപ്പോഴത്തേക്കും അയ്യോ ആള് മാറിപ്പോയെന്ന് പറഞ്ഞത്. പുറത്തിനിട്ട് കൊടുത്ത അടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര അടിയാണ്, പുറം പൊള്ളി പോകുന്ന രീതിയിൽ. സച്ചി തിരിഞ്ഞു നോക്കിയിട്ട് എന്താ തനിക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ആള് മാറിപ്പോയതാന്ന് പറഞ്ഞപ്പോ ആള് മാറിപ്പോയതാണോ, ശോ എന്റെ പൊന്നു ചേട്ടാ ഒന്ന് നോക്കിയിട്ടൊക്കെ വേണ്ടേ ഇങ്ങനെ പെരുമാറാനൊക്കെ, ഇതിപ്പോ മനുഷ്യന്റെ പുറം പൊളിച്ച് പള്ളിപ്പുറമാക്കിയില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി വന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഇയാൾക്ക് ആള് മാറിപ്പോയതാ രേവതി, ആള് മാറിയിട്ട് കൂട്ടുകാരനാന്ന് ഓർത്ത് എന്റെ തോളത്ത് വന്ന് അടിച്ചെന്ന് പറഞ്ഞു. സച്ചിൻ എന്നെ ഒത്തിരി വേദന എടുത്തോന്ന് ചോദിച്ചു. പറഞ്ഞു ആ വേദന എടുത്തു. അപ്പോഴത്തേക്കും അയാള് എന്താ തനിക്ക് വേദന എടുത്തിട്ട് എന്നെ തല്ലാൻ തോന്നുന്നില്ലേ തനിക്ക്? ഇല്ല എനിക്ക് തല്ലാൻ തോന്നുന്നില്ല, ഞാനിതിനെ തന്നെ തല്ലുന്നത്. അല്ല ഇത്രയും ഞാൻ വലിച്ചടിച്ചിട്ടും തനിക്ക് വേദന എടുത്തിട്ട് തിരിച്ചടിക്കാൻ തോന്നിയില്ലെന്ന് പറഞ്ഞു, അത് വലിയൊരു അതിശയമാണല്ലോടോ. ശോ എനിക്ക് അടിക്കാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പൊ രേവതി പറഞ്ഞു ദേ എന്റെ പൊന്ന് സച്ചേട്ടാ, സച്ചേട്ടന് വേദനയുണ്ടോ? ഇവരൊക്കെ എന്തിനാ സച്ചേട്ടനെ വന്ന് ഞോണ്ടുന്നത്? സച്ചേട്ടൻ ഇനി വേറെ എവിടെയും പോകണ്ട, എന്റെ അടുത്ത് ഇരുന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കൊണ്ടുവന്ന് ഇരുത്താണ്. വീണ്ടും ഏറ്റില്ല കേട്ടോ, പുള്ളി അത്രയും പരിശ്രമിച്ചിട്ടും ഏറ്റില്ല. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷമല്ല ശ്രുതിയുടെ അടുത്ത് മറ്റേ ആള് വരികയാണ്, ആ കള്ളുകൂടിയൻ. അപ്പൊ കുറെ കള്ളും ചാരായൊക്കെ ആയിട്ടാണ് വരുന്നത് നമ്മുടെ സച്ചിനെ കൊണ്ട് കുടിപ്പിക്കാൻ. അയാളോട് പറയാണ് എത്രയും പെട്ടെന്ന് ആ ഇരിക്കുന്ന അവനെ പോയി വേണം കുടിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാണ് കേട്ടോ. ഏതായാലും അയാൾ പറഞ്ഞു ഏറ്റു, ഉറപ്പായിട്ടും ഏറ്റു എന്ന് പറഞ്ഞു. നമ്മുടെ ശ്രുതിക്ക് എന്നാലും ആശ്വാസമൊന്നും ആയിട്ടില്ല. ഇനിയിപ്പം അവിടെ അടി നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അടി നടന്നാ നടന്നു, ഇല്ലേ ഇല്ല എന്നൊരു മട്ടാണല്ലോ. ഈ കണക്കിനാണെങ്കിൽ നമ്മുടെ സച്ചി എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇരിക്കുകയാണ് അവിടെ. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് സച്ചേട്ടന് എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നു? അതുമല്ല ഇതെന്താ ഇങ്ങനെ എല്ലാവരും സച്ചേട്ടന്റെ അടുത്ത് വരുന്നത്? എന്ത് ചെയ്യാനാ, അതങ്ങനെയാ. നമ്മൾ പ്രതികരിച്ചില്ലെങ്കിലേ ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കും. ഞാൻ പ്രതികരിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ആരും വരത്തില്ലായിരുന്നു. പിന്നെ സാരമില്ല, ഞാൻ വാക്ക് കൊടുത്തതല്ലേ നിനക്കും അച്ഛനും, വാക്ക് തന്നതല്ലേ, അതും കൊണ്ട് ഞാൻ അങ്ങ് സഹിച്ചു എന്ന് പറയാം. അങ്ങനെ എല്ലാം സഹിച്ചാണ് നമ്മുടെ സച്ചി അവിടെ ഇരിക്കുന്നത്. ഇതിന്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ അശോകൻ ചോദിക്കുന്നുണ്ട് രവീന്ദ്രനോട് എന്തു പറ്റി അവന് ഒതുങ്ങിപ്പോയി പുറകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറന്ന് നടക്കേണ്ടതല്ലായിരുന്നു, അവന് എന്താ പറ്റിയെന്ന് പറഞ്ഞപ്പം അത് പിന്നെ എന്തു പറ്റാനാ, ഞാനും രേവതിയും പറഞ്ഞോണ്ടാ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പാവം അവന് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് മിണ്ടാതെയൊക്കെ ഇരിക്കാന്. പിന്നെ രേവതി മോളെ അറിയാലോ, അവളെ നിലയ്ക്ക് നിർത്തിക്കോളും, അതെനിക്കറിയാം. ഒരു പ്രശ്നം ഉണ്ടാകരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ചിലപ്പം കാണും. എൻ്റെ മോനെ കൊണ്ട് ഒരു പ്രശ്നം ഇന്നും ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് തന്നെയാ ഞാനും അവനോട് അവിടെ നിന്ന് എണീക്കേണ്ട, അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അശോകൻ ഏതായാലും സച്ചി ഇന്ന് സൂപ്പർ ആവുന്നുണ്ട് എന്നിങ്ങനെ പറയാ. അങ്ങനെ മുഹൂർത്ത സമയമായിട്ട് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഏതായാലും മുഹൂർത്ത സമയം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് നടത്താതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് കുറെ വഴക്കും പടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശ്രുതിനെ കൂട്ടിക്കൊണ്ട് വന്നു, അതായത് റൂമിനകത്ത് നിന്ന്. ശ്രുതിക്കുവാണെങ്കിൽ വലിയൊരു ക്ഷീണം കേട്ടോ. അപ്പൊ ശ്രുതി പറഞ്ഞു കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ അമ്മയെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ വെയിറ്റ് ചെയ്യാൻ, മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റത്തൊന്നുമില്ല, അതുകൊണ്ട് സാരമില്ല. ഇനിയിപ്പം ശ്രുതിയുടെ അച്ഛൻ വന്നോളൂല്ലോ, ചടങ്ങ് തീരുമ്പോൾ വന്നോളൂല്ലോ, ഇപ്പം സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ചടങ്ങ് നടത്താണ്. ഈ ചടങ്ങ് നടത്തുന്നതിന്റെ ഇടയിലൊക്കെ നമ്മുടെ ശ്രുതിനെ ഇട്ട് കുത്തുകയാണ് കേട്ടോ ചന്ദ്ര. മാക്സിമം പറയാൻ പറ്റുന്ന അങ്ങേയറ്റം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിലാണ് മറ്റേ കള്ളു കുടിക്കുന്ന ആളുണ്ടല്ലോ, നമ്മുടെ സച്ചിനെ ട്രാപ്പിലാക്കാൻ വന്ന അയാള് സച്ചിനെയും കൂട്ടിക്കൊണ്ട് പോവുക കള്ളു കുടിക്കാനായിട്ട്. കുറെ നേരം അയാൾ ഇങ്ങനെ പരിശ്രമിച്ചിട്ട് കുടിക്കുന്നില്ല. ലാസ്റ്റ് കുറെ നേരം ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ സച്ചിനെ കൊണ്ടുപോയി കള്ളു കുടിപ്പിക്കാൻ കൊണ്ടുപോയിട്ടോ. എന്നിട്ട് ഏതായാലും ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി സച്ചിനെ കാണാത്തതുകൊണ്ട് തപ്പി വന്നപ്പോൾ സച്ചി അവിടെ നിൽക്കുക. അപ്പൊ പെട്ടെന്ന് കുടിക്കാൻ പറ്റിയില്ല. സച്ചിനെ കണ്ടതും ഞാൻ പോവാ ചേട്ടാ പിന്നെ ആവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ രേവതിയുടെ കൂടെ ഹോളിനകത്തേക്ക് ചെന്നു. ഏതായാലും കുറേ എന്തൊക്കെ ശ്രമിച്ചിട്ട് നമ്മുടെ സച്ചിനെ അങ്ങോട്ട് ഇളക്കാൻ ആർക്കും പറ്റുന്നില്ല. ലാസ്റ്റ് മഹിമ പറയുക ഇനി ഏതായാലും സച്ചിനെ ഇളക്കണമെങ്കിൽ രവീന്ദ്രനായിട്ട് എന്തെങ്കിലും കൊടുക്കണം. രവീന്ദ്രനെ തൊട്ടാൽ അവനോ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ചോറ് കഴിക്കാൻ നേരത്ത് ഇരിക്കുന്നിടത്തുനിന്ന് ഇറക്കി വിടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പൊ ദേഷ്യം വരുമല്ലോ നമ്മുടെ സച്ചിക്ക്, അച്ഛന് ഭക്ഷണം കൊടുക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ. ഏതായാലും ഈ സമയത്ത്
നമ്മുടെ രവീന്ദ്രൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴത്തേക്കും സച്ചിയൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴത്തേക്കും രണ്ടുമൂന്ന് പിള്ളേർ വന്നപ്പം ഇവർ മാറി ആ പിള്ളേരെ ഇരുത്തുകയാണ് കേട്ടോ. അപ്പം രവീന്ദ്രൻ പറഞ്ഞു മക്കൾ ഇരിക്കട്ടെ, മക്കൾ ഇരുന്നോട്ടെ, കുട്ടികൾക്ക് ആദ്യം കൊടുക്കട്ടെന്ന് പറയാം. അപ്പൊ ആ ഒരു പ്ലാനും അവിടെ ഇല്ലാതായി പോവുക. അങ്ങനെ ആകെപ്പാടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി വിചാരിച്ചത് നടക്കുന്നില്ല, അതുപോലെ മഹിമ വിചാരിച്ചത് നടക്കുന്നില്ല, സച്ചിനെ തൊടാൻ പറ്റുന്നില്ല, രവീന്ദ്രനെ തൊടാൻ പറ്റുന്നില്ല, വഴക്കം സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. ഇതിനിടയിൽ നമ്മുടെ ശ്രുതിക്കിട്ട് കുത്തുന്നുണ്ടേ, ചന്ദ്ര എപ്പോഴും വന്നിട്ട് കുത്തുന്നുണ്ടേ, ഇതുവരെ വന്നില്ലല്ലോ നിന്റെ അച്ഛൻ, നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, കണ്ടില്ലേ, അവര് കണ്ടില്ലേ, വർഷേനെ കണ്ട് നീ പഠിക്കുക, കണ്ടോ, ചടങ്ങുകളൊക്കെ അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചടങ്ങുകളൊക്കെ ചെയ്ത് വർഷ അങ്ങ് പൊങ്ങി നിൽക്കുകയാണല്ലോ. ശ്രുതിനെയല്ലേ കുറ്റപ്പെടുത്താൻ പറ്റത്തുള്ളൂ ചന്ദ്രയ്ക്ക്. അപ്പൊ ചന്ദ്ര കുറ്റപ്പെടുത്തുന്നു, ശ്രുതി ഇതെല്ലാം കേട്ട് മനസ്സിൽ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞ വന്ന് പെട്ടുപോയല്ലോ എന്നായി നമ്മുടെ ശ്രുതിക്ക്. ഇതിനിടയിലാണ് കേട്ടോ ഈ വിവാഹം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ആഭരണങ്ങളെല്ലാം ഊരി വെച്ച് പൂമാലയെല്ലാം ഇങ്ങനെ ഊരി വെച്ച ഒരു സമയത്ത് ഇതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി നമ്മുടെ രേവതി വരികയാണ്. പൂമാലയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി രേവതി നമ്മുടെ വർഷയുടെ റൂമിലേക്ക് കയറും. അപ്പൊ വർഷ എന്തോ എടുത്തുകൊണ്ട് വരാനും കൂടെ പറഞ്ഞു. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പൊ ആ റൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രയും കൂടിയാ പറഞ്ഞു വിടുന്നത്, നീ പോയി റൂം വൃത്തിയാക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ ആ പൂമാലയ്ക്ക് ഇടയ്ക്ക് മാല ഇരുന്ന് കിട്ടുക, നമ്മുടെ വർഷയുടെ മാല. ഈ മാല ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് വർഷയുടെ അച്ഛൻ വന്നിട്ട് നീ അവിടെ എന്താടി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പം പറഞ്ഞു ഇതിന്റെ ഇടയിലിരുന്ന മാലയാന്ന് പറഞ്ഞപ്പം നീ മാല മോഷ്ടിക്കാൻ വന്നതല്ലേടി എന്നും പറഞ്ഞുകൊണ്ട്. പൊന്നെ പറയാനുണ്ടോ, നമ്മുടെ രേവതി ഇനി ഒരു മോഷണക്കാരി ആക്കാണ് അവിടെ. അപ്പൊ കിട്ടിയ അവസരം വർഷയുടെ അച്ഛൻ പാഴാക്കുന്നില്ല. ഉടനെ മഹിമയും വന്നു, എന്റെ മോളുടെ മാല മോഷ്ടിക്കാൻ തുടങ്ങി എന്ന് ആക്കി തീർത്തവിടെ. രേവതി സഹിക്കുവോ, രേവതി ഓടി വന്ന് പൊട്ടിക്കരയുക സച്ചിയുടെ അടുത്ത്. ബാക്കി എല്ലാവരും അവിടെ കൂടി. ഇവള് മാല മോഷ്ടിക്കാൻ വേണ്ടി തന്നെ ഇതിനകത്ത് കയറിയതാ, ഇവളുടെ കയ്യിൽ ആ മാല പിന്നെ എങ്ങനെയാ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാക്കി. സത്യം പറഞ്ഞാൽ വർഷയ്ക്കും തോന്നിപ്പോകും, ആർക്കും തോന്നിപ്പോകും, നമ്മുടെ രേവതി മാലയും കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മോഷ്ടിക്കാൻ വന്നാന്ന് തോന്നൂല്ലോ. പ്രത്യേകിച്ച് ഇവരങ്ങനെ പറഞ്ഞുണ്ടാക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും വർഷയ്ക്ക് സഹിതം എന്തോ പോലെ തോന്നുക. അപ്പൊ വർഷ സഹിതം കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ ഒരു വിഷയം വലിയൊരു വിഷയമായി തീരെ. നമ്മുടെ ശ്രുതിക്ക് തന്നെ സത്യം പറഞ്ഞ ആ ഒരു വിഷയം ആ ഒരു സമയത്ത് ഉണ്ടായത് നന്നായി എന്ന് തോന്നുന്നു. കാരണം ശ്രുതിയുടെ ആ ഒരു ശ്രദ്ധയൊക്കെ മാറിപ്പോകുമല്ലോ. ഇപ്പൊ പോലീസിനെ വിളിക്കണം, ഇവിടെ പോലീസിനെ ഏൽപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഇനിയിപ്പോ ശ്രുതിയുടെ അടുത്ത പ്ലാൻ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആ ഒരു പൂക്കട നശിപ്പിക്കുക. പൂക്കട ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി അടങ്ങിയിരിക്കില്ല, പിന്നെ സച്ചിയും ചന്ദ്രയും വഴക്കാകും. അപ്പം അങ്ങനെയൊക്കെ കുറെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രുതിയുടെ ആ ഒരു രീതിയിൽ നിന്ന് വിട്ടു പോകുമല്ലോ ചന്ദ്ര. അപ്പൊ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കോട്ടാട്ടോ ഇനിയിപ്പോ വിശേഷം വരാനിരിക്കുന്നത് അടുത്ത ആഴ്ചയിലെയും. അപ്പൊ നാളത്തെയും അടുത്ത ആഴ്ചയിലേക്ക് വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എന്തെങ്കിലും പുതിയ അപ്ഡേഷനുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ അതുമായിട്ട് വരാട്ടോ. പിന്നെ നമ്മുടെ പുതിയ ബിസിനസിന്റെ കാര്യം മറക്കരുതേ. ഞാൻ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം, പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. ആദ്യമായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ലൈക്ക് അടിച്ചിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.